ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശബരിയും വനിതയും കൂടി അബിയെ കാണാൻ വേണ്ടി പോവാണ്. ആ സമയം അവരാണെങ്കിൽ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്, അമ്പലത്തിലോട്ടാണ്. അങ്ങനെ വഴിവെക്കിൽ വെച്ച് കണ്ടതുകൊണ്ട് തന്നെ അവിടെ വണ്ടി നിർത്തുന്നു. ഇതെങ്ങോട്ടാ അമ്മേ ഈ വയ്യാത്ത സമയത്ത് ഇങ്ങനെ നടന്നു പോകുന്നത്? ശിവന്റെ അമ്പലത്തിലോട്ടാടി, എന്നാ ബൈക്ക് എടുക്കായിരുന്നില്ലേ? അത് കേൾക്കുന്ന അബി പറയാണ്, നമുക്ക് സുഖമില്ലാത്തതാണ്, അതുകൊണ്ട് ബൈക്കിൽ പോയ കുണ്ടലും കുഴിയിലും വീഴുന്നതിനേക്കാൾ നല്ല നടത്തിക്കൊണ്ടു പോകുന്നതാണ്. നടക്കാൻ കഴിയോ? അത് കേട്ട ഉടൻ തന്നെ അവിടെ അനിതയുടെ അമ്മ പറയണം, മോളെ ഡോക്ടർ എന്നോട് നടക്കാനാണ് പറഞ്ഞതെന്ന് പറയണം കേട്ടോ. ഇതേ സമയം എന്തായാലും ചേച്ചി വന്നതല്ലേ, ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം എന്ന് പറയുന്നു കേട്ടോ. അത് കേട്ടോട് തന്നെ ശബരി പറയണ, അത് വേണ്ട അഭിജിത്ത്, വീട്ടിലോട്ടൊന്നും പോണ്ട, ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. പ്രത്യേകിച്ച് അമ്പലത്തിലോട്ട് ഇറങ്ങിയത് അത് പാതി വഴി നിർത്തുന്നത് ശരിയല്ല, നീ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് ശബരി അഭിജിത്തിനെ വിളിക്കാണ്. അങ്ങനെ അഭിയോട് കാര്യങ്ങൾ ചോദിക്കാണ്. എടാ അഭി, ഇപ്പോ ഈ പറയുന്ന ജീവരാജും എന്റെ അനിയത്തിക്കുട്ടിയായ മഞ്ചാരി എവിടെയുണ്ടെന്ന് നിനക്കറിയുമോ? അവരിന്നലെ താലി കെട്ടാൻ ഇറങ്ങിയത്. അവരിന്നലെ താലി കെട്ടാൻ പുഴക്കരയിലോട്ട് വന്നു. അപ്പൊ നീ അത് അറിഞ്ഞില്ലേ? എന്നിട്ട് നീ എന്നെ വിവരം അറിയിച്ചില്ലല്ലോ. അത് കേട്ട ഉടനെ ഞാൻ അറിഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. പിന്നെ വിവരം അറിയിക്കാതിരുന്നത് അതിന് അതിൻ്റെതായ ഒരു കാരണമുണ്ട്. ഞാൻ ലേറ്റ് ആയിട്ടാണ് അറിഞ്ഞത്. അത് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് അവിടെ ഒരു തുരുത്തിൽ നിന്ന് ഒരാൾ വന്നിരുന്നു. അപ്പൊ അവരെ അങ്ങനെ പറഞ്ഞത് കേട്ടതാണ് എന്ന് പറയട്ടോ. ഇതേ സമയം അവളിപ്പോ എവിടെയുണ്ട്? അവൾ തുരുത്തിലോട്ട് തന്നെ ഉണ്ട്. അത് കേട്ടോട് തന്നെ അവിടെ ശബരി പറയണം, തുരുത്തിൽ അവളുണ്ടോ, എന്നാ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോട്ടെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അത് ഒരു പ്രത്യേക ലോകമാണ്, അവിടോട്ട് ഒരിക്കലും കടക്കാൻ സമ്മതിക്കില്ല. അവിടെ വഞ്ചിക്കാരോ തോണിക്കാരൊന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോകില്ല എന്ന് പറയണം. അതെന്താ ഇങ്ങനെ? അവർക്ക് ഒരു നിയമം ചട്ടങ്ങളൊക്കെ ഉണ്ട്, അവരുടേതായ ആളുകളെ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ എന്നും പറയാനായിട്ടാ. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ പ്രതിസന്ധിയിലാവുകയാണ്. എന്നാൽ ഈ സമയം മുരുകനെയും ഈ പറയുന്ന പവിത്രനെയാണ് കാണിക്കുന്നത്. അവരെ ജീവരാജന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തോട്ട് വന്നിരിക്കുമ്പോൾ മുന്നിൽ കാണുന്ന കാഴ്ച ദാസിനെയും വിനയനെയായിരിക്കും. വിനയൻ എന്തായി എന്നൊക്കെ ചോദിക്കണം, അവരെവിടെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഇവർ വന്നിരിക്കണം കേട്ടോ. അപ്പൊ പവിത്രം പറയണേ, നീ എന്താ ഇവിടെ വണ്ടി എടുത്തിരിക്കുന്നത്? അപ്പുറത്താണ് ജീവന്റെ അച്ഛന്റെയും അമ്മയുടെയും എടുത്തിട്ട് പോവാ എന്ന് പറയുമ്പോൾ അത് പോകാൻ പറ്റത്തില്ലടാ. അതെന്താ? അത് തന്നെയാണ് ആ കാണുന്ന തടസ്സം. അതാരാ? അത് മഞ്ചാടിയുടെ ബന്ധുക്കളാണ്. നമ്മൾ അവർക്ക് മുന്നിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായും പിടിക്കപ്പെടും. അപ്പൊ അവർക്ക് മനസ്സിലാക്കിയിരിക്കുന്നു, താലികെട്ട് അതായത് മാലയിടൽ കഴിഞ്ഞാൽ അവരെ ഈ വീട്ടിലോട്ട് എത്തിക്കുന്നു. അപ്പൊ അവർ ഒരിക്കലും സേഫ് അല്ല ഇവിടെയൊന്നും. അവര് ഈ തുരുത്തി തന്നെ നിൽക്കട്ടെ, അവരുടെ മാലകെട്ടലും താലികെട്ടലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മതി. എന്തായാലും താലികെട്ട് നടത്തണല്ലോ, അതിനിപ്പോ എന്താ വഴിയെന്ന് ചോദിക്കുമ്പോൾ എന്താ വഴി എനിക്കറിയത്തില്ല. അപ്പൊ പവിത്രം പറയും, ഇനി എന്ത് ചെയ്യും? അത് കേൾക്കുന്ന മുരുകൻ പറയണേ, എന്തായാലും ജീവനെ സഹായിക്കേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ്. സഹായിക്കുന്ന ആള് ആഷിഫാണ്, പക്ഷെ അവന്റെ അമ്മക്ക് ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ ഇനി അത് നടക്കത്തില്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന ആ ഒരു കളി ഞാൻ കളിക്കാൻ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മുരുകൻ നേരെ പോകുന്നത് സുശീലയുടെ അടുത്തോട്ടാണ്. സുശീലയാണെങ്കിൽ മുരുകനെ കാണുമ്പോൾ അടിമുടി വരക്കാണ്. എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത്? നിനക്ക് ഞാൻ പണം തരാനുണ്ടോ എന്നുള്ള സത്യം തന്നെ. പക്ഷെ നീ ഇങ്ങോട്ടേക്ക് അന്വേഷിച്ചു വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഞാൻ നിനക്ക് എപ്പോൾ വേണമെങ്കിലും പണം തരുമല്ലോ എന്ന് പറയുമ്പോൾ, എൻ്റെ ആൻറ്റി, ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. എന്ത് കാര്യം? ഉടൻ തന്നെ പറയാണ്. അതെ, എനിക്കൊരു ആവശ്യമുണ്ട്. എന്താവശ്യം? ഞാൻ ഇത്രയും ദിവസം തുരുത്തിലായിരുന്നു, കാരണം മാഷന്റെ പേരിൽ കേസ് കൊടുക്കുമോ എന്ന ഭയം കൊണ്ട് തന്നെ. പക്ഷെ അവിടെ എന്നെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിൽക്കുമോ എൻ്റെ മുന്നിലോട്ട് ഒരാൾ വന്നു. നിന്റെ മുന്നിലോട്ട് ആകുന്ന എനിക്കെന്താ എന്ന് സുശീല പറയുമ്പോൾ ഉടൻ തന്നെ എൻ്റെ സുശീലാൻറ്റിക്ക് പോലും ഉപകാരമുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ മാഷിന്റെ മകള്, ചെറിയ മകളുണ്ടല്ലോ മഞ്ചാടി, അവളും ജീവരാജും കൂടി ഒളിച്ചോടിയിരിക്കുന്നത്. എന്താ നീ പറയുന്നത്? അതെ, ഒളിച്ചോടി. പിന്നീട് താലി കെട്ടുന്ന ആ ഒരു ഇതിനു വേണ്ടി ഞങ്ങൾ ഇന്നലെ പുഴക്കരയിൽ വന്നു. അവിടെ മാഷിനെയും മാഷിന്റെ കുടുംബത്തെയും കണ്ടു. അതുകൊണ്ട് തന്നെ അവർക്ക് മാലയിടാനേ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ താലി കെട്ടി എന്ന് പറയാൻ താലിയും കഴുത്തിലില്ല, നിയമപരമായ രജിസ്റ്ററും ചെയ്തിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. അപ്പൊ അതിന് നീ എൻ്റെ അടുത്തോട്ട് എന്തിനാ വന്നിരിക്കുന്നത്? അത് കുറച്ച് പണം വേണം, ഞങ്ങളെ സഹായിച്ചിരുന്ന ഒരു കൂട്ടുകാരുണ്ട്, അവന്റെ അമ്മക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ അവൻ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. പിന്നെ ഈ ഒരു പറയുന്ന മഞ്ചാടിയെ ആന്റി സഹായിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മാഷ് നമ്മളുടെ പേരിൽ കേസ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഇതിൽ നിന്നും ഈ ഒരു പേരും പറഞ്ഞ് രക്ഷപ്പെടാം. മഞ്ചാടിയെ തന്നെ കൂട്ടുപിടിക്കാം, മഞ്ചാടി മുന്നോട്ട് വരിക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ, അത് നീ പറയുന്നതാ മാഷിന്റെ ഇളയ മകൾ കുറച്ച് കാഞ്ഞ ബുദ്ധിയുള്ളതാ. അതുകൊണ്ട് തന്നെ അവളെ നീ താലി കെട്ടി കഴിഞ്ഞിട്ടേ വിടാൻ പറ്റുള്ളൂ. എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യാം ആന്റി. എന്നെ ഒരു 25,000 രൂപ തന്ന് സഹായിക്കുമോ? അയ്യോ, 25,000 രൂപ? എന്തായാലും എനിക്കൊരു കമ്മലുണ്ട്, അതിൻ്റെ സ്റ്റഡ് കേടുവന്നത് കൊണ്ട് തന്നെ ഞാൻ അതവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്, ഞാൻ അത് കൊണ്ടുവന്ന് തരാമെന്ന് പറയുമ്പോൾ, അതെങ്കിൽ അത് ആൻറ്റി എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ താൻ കാണുന്ന കാഴ്ച പ്രതിഭയുടെ റൂമിൽ പ്രതിഭ കുളിക്കുന്നത് കൊണ്ട് തന്നെ മാലയും വളയും ഒക്കെ ഊരി വെച്ചിരിക്കുന്നു. അത് കാണുന്ന സുശീലക്ക് വലിയൊരു ബുദ്ധി തോന്നുകയാണ്. ഈശ്വര, 25,000 അല്ല 75,000 തന്നെ കൊടുക്കാം, നല്ലൊരു കാര്യത്തിനല്ലേ. കാരണം മാഷിന്റെ കുടുംബം തകർക്കുന്ന കാര്യം അത് തീർച്ചയായും നല്ലത് തന്നെ. അനുപമയെ
എന്നെയും മാഷിനെയും വരച്ച വരെയും നിർത്താൻ തനിക്ക് കിട്ടിയ ആയുധമാണ്, അതൊരിക്കലും തകടം മറിക്കരുത്, അതൊരിക്കലും പൊട്ടിച്ചു കളയരുത് എന്ന് തീരുമാനിച്ച് അതിൽ നിന്ന് ഒരു വളയെടുത്തിട്ട് വരികയാണ്. പിന്നീട് ഈ പറയുന്ന മുരുകനോട് പുറത്തു നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ മുരുകനെ പുറത്തു നിർത്താണ്. അങ്ങനെ മുരുകന്റെ അരികിലോട്ട് ഓടിച്ചെല്ലാണ്. പിന്നീട് മുരുകന് എന്താ ആന്റി ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ ഒരു വള കൊടുക്കുമ്പോൾ ഉടൻ തന്നെ സുശീല ചോദിക്കാണ് എന്താ മുരുകൻ സുശീലയോട് ചോദിക്കാണ് കമ്മലാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ സ്വർണ്ണവളയോ, അതും പുതിയ സ്വർണ്ണവള, നീ ചോദ്യവും പറച്ചിലൊന്നും വേണ്ട, എന്റെയും കൂടി ആവശ്യമാണ്. മഞ്ചാടി എന്ന് പറയുന്നവളുടെ കഴുത്തിൽ ഈ പറയുന്ന ജീവരാജ് താലി കെട്ടുക എന്നുള്ള നടന്നിരിക്കണം, അത് നടക്കാതെ പോവരുത്, അതുകൊണ്ട് തന്നെ നീ വള കൊണ്ടുപോയിക്കോ, വേറെ ചോദ്യവും പറച്ചിലൊന്നും വേണ്ട, പെട്ടെന്ന് പോവാൻ നോക്ക്. ശരി ആന്റി, എനിക്ക് എന്റെ കാര്യം നടക്കേ വേണ്ടുള്ളൂ, അത്ര തന്നെ എന്റെയും ആവശ്യം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ധനനെയാണ് കാണിക്കുന്നത്. ധനൻ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ്. ഇവിടെ ആരും തന്നെ ഇല്ല, ഒരു ചായ ഇട്ട് തരാനും കൂടി ഇല്ല, ചായ എടുത്ത് തരാനും ഇല്ല. അപ്പൊ രാമനാഥനാണെങ്കിലോ മരുന്നെടുക്കുന്നു, വെള്ളം കുടിക്കുന്നു, അങ്ങനെയുള്ള സീനുകൾ ചെയ്യുന്നുണ്ട്. നീ എപ്പോഴാ വരുന്നു വസന്തി, എനിക്ക് വിഷന്നിട്ട് സഹിക്കാൻ വയ്യ, അയ്യോ എനിക്കെത്താൻ കഴിയില്ല, ഞാൻ ഇന്ന് കഴിയൂ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, 7:30 കഴിയും. ഇത് കേട്ടോടെ തന്നെ എന്നും നിനക്ക് മീറ്റിംഗ് തന്നെയാണല്ലോ, എന്നും ഇങ്ങനെ മീറ്റിംഗ് പറഞ്ഞ് നീ 7:30 കഴിയുമെന്ന് പറഞ്ഞ ഇവിടെ എത്തുമ്പോൾ 8-9 മണിയാവും, എന്താ പുതിയ ഇങ്ങനെ ആയാലും എന്നൊക്കെ പറയണം. അല്ല അച്ഛനില്ലേ എന്ന് അവിടെ തിരിച്ച് ചോദിക്കും. എവിടെയുണ്ട്, മരുന്നൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു പുച്ഛത്തോടു കൂടി സംസാരിക്കാനായിട്ടാ. ആ സമയമാണ് തൻ്റെ മുന്നിൽ ഒരു കാഴ്ച കാണുന്നത്. അതായത് ശബരിയും അനിതയും കൂടി ബൈക്കിൽ തൊട്ടുരുമ്മി ഇറങ്ങുന്നതും പിന്നീട് അവർ തമ്മിൽ സംസാരിച്ച് വരുന്നതും കാണുമ്പോൾ തൻ്റെ ഫോൺ എടുക്കുകയാണ് ധനൻ. എന്നിട്ട് ആ ഫോണിൽ ആ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നീട് ഇവരുടെ അടുത്തോട്ട് പോകുമ്പോൾ ഇവരോട് നല്ല ചിരിച്ച് നല്ല കാഴ്ചയാണല്ലോ. അത് കേട്ടോടെ ശബരി ചോദിക്കാൻ നിങ്ങൾ എന്തിനാ അങ്ങനെ ചിരിച്ചു നിൽക്കുന്നത്? അല്ല, കാണാൻ ഭംഗിയുള്ള കാഴ്ച കാണുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നിങ്ങനെ ശബരിയോട് ഇങ്ങനെ തന്നെ പറയുമ്പോൾ ശബരിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടില്ല കേട്ടോ. അങ്ങനെ ഇനി സുശീല തന്നെ മാനന്തമാഷിന്റെ മകളുടെ താലികെട്ട് നടത്താനുള്ള ആ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. ഇതേ സമയം വിനയനെ വിളിച്ചിട്ട് ശബരി പറയുന്നുണ്ട് അവർ തുരുത്തിലുണ്ട്, അപ്പൊ പോലീസിന്റെ സഹായത്തോടു കൂടി തുരുത്തിൽ നിന്ന് കൊണ്ടുവരാനേ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് ആർക്കും അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റില്ല എന്ന് വിനയനോട് വിളിച്ച് പറയുന്ന ആ ഒരു സീനും ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും മഞ്ചാടിയുടെ ഈ ഒരു വിവാഹം കുറച്ച് എപ്പിസോഡുകൾ നീളുന്നുണ്ട്. അപ്പൊ എന്തായാലും മാഷ് അറിയാൻ ഇനിയും നാളത്തെ ദിവസം കഴിയുമെന്ന് തോന്നുന്നു. അപ്പൊ മാഷ് എന്തായാലും അറിഞ്ഞു കഴിഞ്ഞാൽ തന്റെ മകളെ പിടിച്ചു കൊടുന്ന് കെട്ടിയത് നോക്കുമെങ്കിലും കൂടി അതൊക്കെ പൊട്ടിച്ച് ഇവിടെ മഞ്ചാടി പോകുന്ന ആ ഒരു സീനാണ് കേട്ടോ. അപ്പൊ അത് വെച്ച് സുശീല എവിടെയും വിജയിക്കുന്ന ആ ഒരു കിടുക്കന്ന എപ്പിസോഡ് തന്നെയാണ് നമുക്ക് മുന്നിൽ ഇനിയും കാണാനിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഇത് കഴിയുമ്പോൾ അടുത്ത പ്രശ്നം ഇനി വരാനിരിക്കുന്നുള്ളൂ. കന്യാശ്ശേരി മനയിൽ നിന്നും ഒന്നും തന്നെ കിട്ടുന്നില്ലെന്ന് പറയുമ്പോൾ അമ്പിളിയുടെ യഥാർത്ഥ മുഖം പുറത്തു വരും. അമ്പിളി വീട് വിട്ടിറങ്ങുന്ന ആ ഒരു സീനും പിന്നീട് മാഷിന്റെ മുഖത്തടിച്ച് 4 വാക്ക് പറയുന്ന ആ ഒരു സീനൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്. അങ്ങനെ മാഷ് ഒരു കാര്യം മനസ്സിലാക്കാണ്, കാലം മാറിയതിനനുസരിച്ച് താനും മാറണമായിരുന്നു. തന്റെ മക്കൾ വളർന്നു വലുതാക്കിയപ്പോൾ തന്റെ മക്കൾക്ക് അച്ഛനമ്മ എന്ന് പറയുന്നതിന്റെ വില എന്തെന്ന് മനസ്സിലായിട്ടില്ല. അവരൊക്കെ മറന്നു പോയിരിക്കുന്നു, അവരുടെ ജീവിതം മാത്രം നോക്കുന്നുള്ളൂ എന്നുള്ള സത്യം മാഷ് മനസ്സിലാക്കുന്ന ആ സീനുകളാണ് കേട്ടോ നമുക്ക് മുന്നിൽ ഇനി കാണാനിരിക്കുന്നത്.